അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പൊതുപരീക്ഷയും കൊല്ലപ്പരീക്ഷയും അതുപോലെ പ്രാക്ടിക്കൽ ക്ലാസ്സും അതിൻ്റെ പരീക്ഷയും കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, നല്ല രീതിയിൽ എല്ലാ കുട്ടികൾക്കും എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും 8 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിൽ ചോദ്യങ്ങൾ കുറച്ച് ടഫായിരുന്നു. മുഴുവനായി പറയാൻ കഴിയില്ല. ഫുള്ള് എഴുതിയവരുണ്ടാവും, എഴുതാത്തവരുണ്ടാകും. എല്ലാവർക്കും അള്ളാഹു അർഹമായ വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കുറേ വിദ്യാർത്ഥികൾ പേഴ്സണലായിട്ടും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ്, എന്നാണ് പൊതുപരീക്ഷയുടെ റിസൾട്ട്? പൊതുപരീക്ഷ എന്നാണ് റിസൾട്ട് വരിക എന്ന്. കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുന്നുള്ള വർഷങ്ങളിലൊക്കെ റമദാൻ 17-നാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ദിവസത്തെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ മുന്നൊക്കെ വരാറുണ്ടെങ്കിലും എല്ലാ വർഷം പോലെ തന്നെയും റമദാൻ 17-നായിരിക്കും റിസൾട്ട് വരിക. എന്തെങ്കിലും സാങ്കേതിക കാരണത്താൽ ചിലപ്പോൾ ഒരു ദിവസം മുന്നോട്ടോ ഒക്കെ ആയേക്കാം. എന്തായാലും റമദാൻ 17-നായിരിക്കും പൊതുപരീക്ഷയുടെ റിസൾട്ട് ഉണ്ടാവുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ബെഞ്ചിൻ്റെ അടുത്തൊരു സ്ലിപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ പേരും പിതാവിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ളൊരു സ്ലിപ്പ്. അന്ന് രജിസ്റ്റർ നമ്പർ എന്നുകൊണ്ട് പറയുന്നൊരു നമ്പറുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. അധിക വിദ്യാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞാൽ ചീന്തി പോകാനാണ് പതിവ്. പക്ഷേ ആ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ നമ്പർ വെച്ചാണ് നമ്മൾ റിസൾട്ട് അറിയുക. അപ്പോൾ ആ നമ്പർ ഓർമ്മ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ ആ ആൾ ടിക്കറ്റുമേയും ആ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടുണ്ടാകും. അത് നമ്മുടെ സൈറ്റിൽ പോയിട്ട്, ഇപ്പോൾ പൊതുപരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ലിങ്ക് വിട്ടുവരും. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ ക്ലാസ് സെലക്ട് ചെയ്തിട്ട് ജനറലാണോ അതോ സ്കൂളാണോ എന്ന് ചോദിക്കും. സ്കൂൾ പരീക്ഷ എഴുതുന്നവരുണ്ടാകും, അവർക്ക് വേറെ ടൈമായിരിക്കും പരീക്ഷ. അതുപോലെ തന്നെ ഗൾഫ് പരീക്ഷക്കാരുണ്ട്, അവർക്കും വേറെ ടൈമാണ് പരീക്ഷ. അപ്പോൾ അതിൽ സ്കൂളും ഉണ്ടാവും, ജനറലും ഉണ്ടാവും. അതിൽ ജനറലാണ് സെലക്ട് ചെയ്യേണ്ടത്. ശേഷം രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നൊരു കോളുണ്ടാവും. അതിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആ റിസൾട്ട് വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മദ്രസാ തലത്തിൽ 5-ാം ക്ലാസ്സിൻ്റെ മൊത്തത്തിലെ റിസൾട്ട് കിട്ടാനുള്ള വകുപ്പുണ്ട്. അങ്ങനെയാകുമ്പോൾ 5-ാം ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷ റിസൾട്ട് ഒറ്റ പേപ്പറിലായിട്ട് എല്ലാവരും ഉണ്ടാവും. അതുപോലെ 7, 10, +2 ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളത് ഒറ്റ പേപ്പറിലായിട്ട് ഓരോരുത്തരുടെ റിസൾട്ടുകൾ ഓരോ വിഷയത്തിൻ്റെ ഫെയിൽഡ് ആയിട്ടുണ്ടോ പാസ്സായിട്ടുണ്ടോ എന്നൊക്കെ എഴുതിയ റിസൾട്ട് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ പൊതുപരീക്ഷ വിദ്യാർത്ഥികൾക്ക് കുറേ സംശയക്കാരുണ്ട്. ഇത്ര മാർക്ക് കിട്ടിയാൽ ജയിക്കുമോ, ടോപ്പേഴ്സ് കിട്ടുമോ, ഡിസ്റ്റിങ്ഷൻ കിട്ടുമോ എന്നൊക്കെ. ഉദാഹരണത്തിന് 97 മാർക്ക് എല്ലാ വിഷയത്തിലും ഉണ്ട്. പക്ഷേ ഒരു വിഷയത്തിൽ മാത്രം 80 മാർക്കാണെങ്കിൽ അത് ടോപ്പ് പ്ലസിൽ ഉൾപ്പെടില്ല. കാരണം ആ ഒറ്റ വിഷയം മാത്രം 80 മാർക്കാണെങ്കിൽ ഒരിക്കലും ടോപ്പ് പ്ലസ് കിട്ടില്ല. അത് ഡിസ്റ്റിങ്ഷനിലാണ് ഉൾപ്പെടുക. ടോപ്പ് പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 97 to 100, അതായത് 97-ൻ്റെയും 100-ൻ്റെയും ഇടയിലായിരിക്കും മാർക്ക്. 97 കിട്ടിയാലും 98 കിട്ടിയാലും 99 കിട്ടിയാലും 100 കിട്ടിയാലൊക്കെ ടോപ്പ് പ്ലസ്സിലാണ് ഉൾപ്പെടുക. മറിച്ച് 80 മുതൽ 96 വരെ കിട്ടുകയാണ്, 97 കിട്ടിയില്ല 96 വരെയാണെങ്കിൽ അത് ഡിസ്റ്റിങ്ഷനിലാണ് ഉൾപ്പെടുക, ടോപ്പ് പ്ലസ്സിൽ കയറില്ല. അപ്പോൾ നമുക്ക് ഉറപ്പായി എല്ലാ വിഷയത്തിലും 97 മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ടോപ്പ് പ്ലസ് തന്നെ ആയിരിക്കും. പക്ഷേ ഒരു വിഷയത്തിൽ മാത്രം 96 കിട്ടിക്കഴിഞ്ഞാൽ ആ ടോപ്പ് പ്ലസ് പോയി, ഒരു മാർക്ക് കൊണ്ട് ടോപ്പ് പ്ലസ് പോയി, ഡിസ്റ്റിങ്ഷനാണ് കിട്ടുക. ഈ ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നത് ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ആയിരിക്കും ഡിസ്റ്റിങ്ഷൻ പോയിട്ടുണ്ടാവുക, ടോപ്പ് പ്ലസ് പോയിട്ടുണ്ടാവുക, ഡിസ്റ്റിങ്ഷൻ ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഡിസ്റ്റിങ്ഷൻ എന്നുള്ളതൊരു കുറവല്ല, മറിച്ച് അതൊരു അഭിമാനം തന്നെയാണ്. പിന്നെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ടോപ്പ് പ്ലസ് ആവാൻ സാധ്യതയുള്ള ആളുകൾ, അതുപോലെ ഡിസ്റ്റിങ്ഷൻ ആവാൻ സാധ്യതയുള്ള ആളുകൾക്ക് അവർക്ക് ചിലപ്പോൾ ഖുർആനിൽ മാർക്ക് കുറവായിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും കുറവുണ്ടെങ്കിൽ, ലിസാനിൽ അത്യാവശ്യം മാർക്കുണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഖുർആൻ്റെ മാർക്ക് ഉയരും. അത് ടോപ്പ് പ്ലസും ഡിസ്റ്റിങ്ഷനും പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ക്ലാസ്സുകൾക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥിക്ക് ഖുർആനിൽ മാർക്ക് പറ്റ കമ്മിയാണ്, എന്നാൽ ലിസാനിൽ നല്ല മാർക്കുണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഖുർആൻ്റെ മാർക്ക് കൂടും. അതുപോലെ ടോപ്പ് പ്ലസ് പ്രതീക്ഷിക്കുന്നവർക്കും അതുപോലെ തന്നെയാണ്. അവർക്കും ചിലപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ 97 മാർക്ക് ഉണ്ടാവും, പക്ഷേ ഖുർആനിൽ മാത്രം കുറവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, കയറും. ലിസാനിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഖുർആൻ കയറുമെന്നാണ്.
കാരണം ലിസാൻ അറിയുന്ന ഒരു കുട്ടിക്ക് ഖുർആൻ ഓതാൻ അറിയൽ കുറവായിരിക്കും. ഇനി നിങ്ങൾ ഉദ്ദേശിച്ച മാർക്കല്ല പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ വന്നത്. നിങ്ങൾ 97 മാർക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പരീക്ഷ കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഓരോ മാർക്കും നോക്കിയിട്ടുണ്ടാകും, ഏതെങ്കിലും എത്ര മാർക്ക് കിട്ടും ഒക്കെ പട കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും ഇത്ര മാർക്ക് കിട്ടും, നല്ല ശരിയുത്തരമൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ എത്രയോ 5 മാർക്കോ അല്ലെങ്കിൽ 10 മാർക്കോ എത്രയാവട്ടെ, നിങ്ങൾ ഉദ്ദേശിച്ച മാർക്കല്ല കിട്ടിയതെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് റീവാലുവേഷന് വേണ്ടി കൊടുക്കുക, പുനർമൂല്യ നിർണ്ണയത്തിന് വേണ്ടി കൊടുക്കുക. അതിന് 100 രൂപയാണ് ഫീസ് എന്ന് അറിയാൻ സാധിച്ചത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ആ പേപ്പർ പരിശോധിച്ച് നോക്കും. അതിനുശേഷം ഒന്നും കൂടെ റിസൾട്ട് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് യഥാർത്ഥ മാർക്ക് എത്രയാണെന്നോ അതിലുണ്ടാകും. പക്ഷേ ആ കൊടുത്ത പൈസ യാതൊരു കാരണവശാലും തിരിച്ചു കിട്ടില്ല. ഇനി മറ്റു വിഷയങ്ങളിൽ ഇപ്പോൾ 4 വിഷയത്തിലും ഒരു കുട്ടി ജയിച്ചു, ഒരു വിഷയത്തിൽ മാത്രം. ഖുർആനിലൊക്കെ ജയിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു വിഷയത്തിൽ മാത്രം, ലിസാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയമാവട്ടെ, ഫിഖ്, ഒരു വിഷയത്തിൽ തോറ്റിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സേ പരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് ഫീസ് ഉണ്ട്, എത്രയും കറക്റ്റായിട്ട് അറിയില്ല, 100 രൂപയാണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് അന്വേഷിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സേ പരീക്ഷ എല്ലാ വിദ്യാർത്ഥികൾക്കും എഴുതാൻ കഴിയില്ല കേട്ടോ. കാരണം ഒരു വിഷയത്തിൽ മാത്രം ഫെയിൽഡ് ആയവർക്ക് മാത്രമേ ഉള്ളൂ. 2 വിഷയം കൂട്ടൂല. ഒരു വിഷയത്തിൽ മാത്രം ഫെയിൽഡായ കുട്ടിക്ക് എഴുതിയെടുക്കാം. അത് നിങ്ങൾ സദർ ഉസ്താദിനെയോ അറിയിക്കണം, എനിക്കിങ്ങനെ എഴുതാൻ താല്പര്യമുണ്ടെന്ന്. എങ്കിൽ അവരെന്ത് ചെയ്യും, അത് ഓൺലൈനിൽ ചേർത്തിട്ട് ഫീസ് അടച്ച ശേഷം ഹാൾ ടിക്കറ്റൊക്കെ കിട്ടും. എന്നിട്ട് പരീക്ഷാ സെൻറ്ററിൽ നടക്കും. അതെവിടെയാണെന്ന് പിന്നീട് ഉസ്താദന്മാരെ അറിയിക്കും. അവിടെ പോയി പരീക്ഷ എഴുതാം. പിന്നെ കുറേ കുട്ടികളെ സംശയമായിരുന്നു, നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്സും പരീക്ഷയും കഴിഞ്ഞു, അപ്പോൾ ഈ പ്രാക്ടിക്കൽ പരീക്ഷയുടെ റിസൾട്ട് നമ്മുടെ പൊതുപരീക്ഷയിൽ ചേർക്കുമെന്ന്. അത് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, ഒരിക്കലും ചേർക്കൂല. ഇത് പൊതുപരീക്ഷക്കാർക്ക് അത് പൊതുപരീക്ഷ വേറെയാണ്, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷ വേറെയാണ്. അത് മദ്രസാ തലത്തിൽ കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് സമ്മാനം ലഭിക്കും, അത്രമാത്രം. പക്ഷേ കൊല്ലപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് അത് ഇമ്പോർട്ടൻ്റുമാണ്. കൊല്ലപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് അത് അവരുടെ ക്ലാസ് കയറ്റത്തിന്, അതായത് ഇപ്പോൾ 2ൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഒരിക്കലും പ്രാക്ടിക്കൽ ക്ലാസ്സും ഇല്ല, അതുപോലെ പരീക്ഷയില്ലല്ലോ. ഉദാഹരണത്തിന് 6ാം ക്ലാസ്സാണ്. 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാക്ടിക്കൽ ക്ലാസ്സും അതുപോലെ പരീക്ഷയും ഇമ്പോർട്ടൻ്റാണ്. കാരണം ക്ലാസ് കയറ്റത്തിന് അത് മാനദണ്ഡമായിട്ട് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഹാജറും കിട്ടണം. 2 ദിവസത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സിൻ്റെയും ഹാജർ ലഭിക്കണം. അതുപോലെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ റിസൾട്ട് അതും ഈ കൊല്ലപരീക്ഷ റിസൾട്ടിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ക്ലാസ് കയറ്റം ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.